ഹലോ ഫ്രണ്ട്സ്, ബാങ്ക് മസ്കറ്റ് മൊബൈൽ ആപ്പ് വഴി വളരെ എളുപ്പത്തിൽ നാട്ടിലേക്ക് എങ്ങനെ പണം അയക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ മൊബൈലിൽ ബാങ്ക് മസ്കറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഫിംഗർ പ്രിന്റോ പാസ്വേഡോ ഉപയോഗിച്ച് ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ നാട്ടിലെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ആപ്പിന്റെ ഹോം സ്ക്രീൻ ഓപ്പണായി വരുമ്പോൾ താഴെയുള്ള മെനു ബാറിൽ കാണുന്ന ട്രാൻസ്ഫേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന വിവിധ ഓപ്ഷനുകളിൽ നിന്നും സ്പീഡ് ട്രാൻസ്ഫർ എന്നത് തിരഞ്ഞെടുക്കുക. അടുത്തതായി രാജ്യങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ഏറ്റവും മുകളിലുള്ള ഇന്ത്യ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇനി പുതിയൊരു അക്കൗണ്ട് ആഡ് ചെയ്യാനായി വലതുവശത്ത് കാണുന്ന ആഡ് എ ന്യൂ ബെനിഫിഷ്യറി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഇവിടെ വരുന്ന സുരക്ഷാ മുന്നറിയിപ്പിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. ഇവിടെയാണ് നമ്മൾ പണം അയക്കേണ്ട ആളുടെ വിവരങ്ങൾ നൽകേണ്ടത്. ആദ്യം അവരുടെ നിക്നെയിമും താഴെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് നമ്പറും നൽകുക. അതിനുശേഷം അക്കൗണ്ട് ടൈപ്പ് സേവിങ്സ് ആണോ NRE ആണോ എന്ന് സെലക്ട് ചെയ്യണം. ഗുണഭോക്താവിന്റെ ID ടൈപ്പായി പാസ്പോർട്ടോ ആധാറോ നൽകാം. ഇവിടെ ഞാൻ പാസ്പോർട്ട് നമ്പറാണ് നൽകുന്നത്. തുടർന്ന് ബാങ്കിന്റെ IFSC കോഡും മൊബൈൽ നമ്പറും കൃത്യമായി ടൈപ്പ് ചെയ്യുക. വിവരങ്ങൾ ശരിയാണോ എന്നറിയാൻ ഗെറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. എല്ലാം കൃത്യമാണെങ്കിൽ താഴെ കണ്ടിന്യൂ നൽകി അക്കൗണ്ട് കൺഫേം ചെയ്യുക. അക്കൗണ്ട് സേവ് ചെയ്ത ശേഷം മേക്ക് എ ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് നൽകുക. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത അക്കൗണ്ടുകളുടെ ലിസ്റ്റ് കാണാം. ഇതിൽ നിന്നും പണം അയക്കാൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. അടുത്ത പേജിൽ ട്രാൻസ്ഫർ മോഡ് NEFT എന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അയക്കേണ്ട തുക ഒമാൻ റിയാലിലോ അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയിലോ ഇവിടെ ടൈപ്പ് ചെയ്യാം. വ്യൂ എക്സ്ചേഞ്ച് റേറ്റ് ക്ലിക്ക് ചെയ്താൽ അന്നത്തെ കൃത്യമായ എക്സ്ചേഞ്ച് റേറ്റ് പരിശോധിക്കാൻ സാധിക്കും. റിമാർക്സ് എന്ന ഭാഗത്ത് പണം അയക്കുന്നതിന്റെ ഉദ്ദേശം, ഉദാഹരണത്തിന് ഫാമിലി എന്ന് നൽകിയ ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ട്രാൻസ്ഫർ സമ്മറി പേജ് കാണാം. നമ്മൾ അയക്കുന്ന തുകയും നാട്ടിൽ ലഭിക്കുന്ന തുകയും കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഒപ്പം ഇതിനുള്ള സർവീസ് ചാർജും കാണാം. വിവരങ്ങളെല്ലാം ഒന്നുകൂടി ഒത്തുനോക്കിയ ശേഷം താഴെയുള്ള കൺഫേം ബട്ടൺ അമർത്തുന്നതോടെ പണം നാട്ടിലേക്ക് വിജയകരമായി അയക്കപ്പെടും. സാധാരണയായി മിനിറ്റുകൾക്കകം തന്നെ പണം നാട്ടിലെ അക്കൗണ്ടിലെത്തുന്നതാണ്. ബാങ്ക് മസ്കറ്റ് ആപ്പ് വഴി പണം അയക്കേണ്ടത് എങ്ങനെയെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.